ഡെർബിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര ഡെർബിയാന്ന് തന്നെ പറയാം. പാടം ഇങ്ങനെ നമ്മളെ കോളേജിൽ കയറിയിട്ട് ഇങ്ങനെ അഴിഞ്ഞാട്ടം നമ്മളെ ഫസ്റ്റ് ഒരു ഡാൻസ് ഉണ്ട്, ഒരു പൊളി ഡാൻസ്. പിന്നെ അതിൽ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മച്ചി ഒരു തട്ടത്തിൽ മറയത്തുണ്ടായില്ലേ, അതാണ് പൊളിയായത്. എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ എല്ലാവരും. പിന്നെ നമുക്ക് അവിടെ തോന്നിയതെന്ന് പറഞ്ഞാൽ സാഗർ സൂര്യയുടെ ഒരു ഇതാണ്. മൂപ്പരെ കുറച്ചും കൂടി മുന്നേ കൊണ്ടുവരായിരുന്നു എന്നൊരു തോന്നല്. എന്ന് വെച്ചാൽ നല്ലൊരു വൈബായിരുന്നു. നല്ലൊരു ചിത്രം, നല്ലൊരു ക്യാമ്പസ് ചിത്രം. കുറേ നാളുകൾക്ക് ശേഷം ഒരു അടിപൊളി, ഒരുപാട് അടികളുള്ള ഒരു നല്ലൊരു ക്യാമ്പസ് ചിത്രം. തീർച്ചയായിട്ടും ആ ഒരു ക്യാമ്പസിൻ്റെ മനോഹാരിത ഒപ്പിയെടുത്തിട്ടുണ്ട് സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രമാണ്. ആദ്യത്തെ ചിത്രം കടകനായിരുന്നു. കടകന് ശേഷം ചെയ്തിരിക്കുന്ന ഡെർബി എന്ന് പറയുന്ന ഈ ഒരു ചിത്രം ഒരുപാട് ആർട്ടിസ്റ്റുകൾ, കഴിവ് തെളിയിച്ചവരും പുതുമുഖങ്ങളായിട്ട് കഴിവ് ഈ ഒരു ചിത്രത്തിലൂടെ തെളിയിച്ചവരുമായിട്ടുള്ള ആളുകൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സാഗർ സൂര്യ, അതേപോലെ തന്നെ അമീൻ, പിന്നെ നമ്മുടെ ഷാഫി കൊല്ലം പാട്ടുകാരനായിട്ടുള്ള അദ്ദേഹം, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെ പേരൊന്നും എടുത്ത് പെട്ടെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകരെയും, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരെയും നമുക്ക് നല്ല രീതിയിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രം തന്നെയാണ് ഡെർബി. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന നല്ലൊരു ചിത്രം തന്നെയാണ്. മൂവി ഒന്നും പറയാം, കാരണം വേറൊന്നുമല്ല, നമ്മൾ ക്യാമ്പസ് ചിത്രങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇത് വ്യത്യസ്തമായിട്ട് ഈ സജിൽ എന്ന ഡയറക്ടർ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം ക്യാമ്പസിൽ ഇപ്പോഴത്തെ നമ്മുടെ സുഹൃത്ത്, അതായത് ഇപ്പോഴത്തെ വിദ്യാർത്ഥിനികൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ള കാണിക്കുന്നത്. കാരണം ഈ സിനിമയിൽ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് അങ്ങനെയുള്ള സാധാരണ പടങ്ങളൊക്കെ ഇപ്പോഴത്തെ ഈ മോഡലിൽ തന്നെ അതാണ്. പക്ഷെ ഇതിൽ എങ്ങനെയാണ് നമ്മൾ കോളേജിൽ പോയി പഠിക്കേണ്ടതും എങ്ങനെയുള്ള സൗഹൃദങ്ങളാണ് സ്ഥാപിക്കേണ്ടതെന്നുള്ളതിൽ ശരിക്കും കാണിച്ചിട്ടുണ്ട്. കാരണം ഇത് കാണണം പിള്ളേർ, കാരണം ഈ കോളേജിൽ പോണ പിള്ളേർ കണ്ട് ഇതേപോലെ വേണം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാനായിട്ട്. ഒരു സുഹൃത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് അവരെങ്ങനെയാണ് ആ സുഹൃത്തിനോട് കാണിക്കുന്നത്, അത് ഇതിലൊക്കെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സാഗർ സൂര്യക്ക് നമുക്ക് പണി എന്ന ചിത്രത്തിന് ശേഷം ഒരു നെഗറ്റീവ് ടച്ചുള്ള ഒരു കഥാപാത്രം കിട്ടി. പക്ഷെ സാഗർ സൂര്യ അത് ഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ യൂസു എന്ന് അഭിനയിച്ച ഒരു കഥാപാത്രമുണ്ട്, അവൻ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ആ പയ്യൻ നന്നായിട്ടുണ്ട്. തല്ലുമാല വൈബ് എന്ന് പറഞ്ഞത് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. തല്ലുമാല വേറൊരു ചിത്രം. അതെ, തീർച്ചയായിട്ടും ഇതിൽ ഇപ്പൊ നമ്മൾ ഇതിന്റെ ലൊക്കേഷൻ ഒക്കെ ആണെങ്കിലും നമുക്ക് കാണാൻ പറ്റിയ ലൊക്കേഷൻ കോളേജ് ക്യാമ്പസ് എങ്ങനെയാണെന്നുള്ള. പിന്നെ ഇതിൽ ഒരുപാട് ഇതിന്റെ ക്യാമറമാനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കാരണം അത്രയ്ക്കും ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. അതിലൊരു ആഘോഷങ്ങളൊക്കെ ഉണ്ട്, ഓണാഘോഷമാവട്ടെ, പിന്നെ സ്കൂളിലുള്ള അതായത് സെലിബ്രേഷൻ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ട്. കാരണം അത്രയ്ക്കും നല്ല അതിൻ്റെ കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം അത്രയ്ക്ക് അത് എടുത്തു പറയണ്ടേ. പിന്നെ ഇതിലെ പാട്ടുകളൊക്കെ ഗംഭീരമാണ്. അതിലും ഡെർബി ഫാമിലി ആയിട്ട് നിങ്ങളുടെ കുട്ടികളെ കാണിക്കുക. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ കോളേജിൽ ഇപ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് അവർക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ പടം സുഹൃത്തുക്കൾ എങ്ങനെയുള്ള സുഹൃത്തുക്കളെയാണ് അവർ നേടേണ്ടതെന്നുള്ളത്. അതായത് നല്ലൊരു കെട്ടുറപ്പുള്ള ഒരു കഥ, നല്ലൊരു ഫാമിലി 100% ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഫാമിലി ചിത്രം ഡെർബി. ധൈര്യപൂർവ്വം കാണും.